നമസ്കാരം. സാധാരണക്കാരായ മനുഷ്യർ തങ്ങളുടെ ചോര നീരാക്കി ഉണ്ടാക്കുന്ന പണം നാളത്തെ ആവശ്യങ്ങൾക്കായി വിശ്വസിച്ച് നിക്ഷേപിക്കുന്ന ഇടമാണ് സഹകരണ ബാങ്കുകൾ. കേരളത്തിൽ ഇപ്പോൾ CPM ഭരിക്കുന്ന മിക്ക സഹകരണ ബാങ്കുകളുടെയും അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ടതോടെ ഇനി പൈസ ഉണ്ടാക്കാൻ വേറെ മാർഗമൊന്നുമില്ലാതെ സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് CPM. ഇതിനെതിരെ ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ സാധാരണ പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധമുയരുകയാണ്. മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സഹകരണ ബാങ്കുകൾ ഗുണ്ടായിസത്തിലൂടെ പിടിച്ചടക്കിയ ശേഷം ഇവയെല്ലാം വലിയ നഷ്ടത്തിലാക്കുകയും ഒടുവിൽ നിക്ഷേപകർക്ക് സ്വന്തം പണം പോലും കിട്ടാതാകുന്ന സ്ഥിതി ഉണ്ടാക്കിയെന്നുമാണ് പാർട്ടി കമ്മിറ്റികളിൽ ഉയർന്ന വിമർശനം. 2016 ശേഷം മാത്രം 21 സഹകരണ ബാങ്കുകളാണ് ഇത്തരത്തിൽ CPM അവിഹിതമായി പിടിച്ചടക്കിയത്. ഇതിൽ പലതും പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലെത്തിയതോടെയാണ് സഖാക്കൾക്ക് പോലും നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തേണ്ടതായി വന്നിരിക്കുന്നത്. മികച്ച രീതിയിൽ ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്ന തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, പത്തനംതിട്ട കാർഷിക വികസന ബാങ്ക്, അടൂർ അർബൻ ബാങ്ക് എന്നിവ CPM പിടിച്ചടക്കിയെങ്കിലും ഈ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് കടുത്ത തകർച്ചയെ നേരിടുന്ന സ്ഥിതിയാണെന്നാണ് പുറത്തുവരുന്ന ആക്ഷേപങ്ങൾ. ഇതിൽ തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ നിയമനങ്ങൾ സംബന്ധിച്ച പാർട്ടി കമ്മിറ്റികളിൽ ഇപ്പോൾ ചേരി തിരിഞ്ഞുള്ള വലിയ തർക്കമാണ് തുടരുന്നത്. ഒരു സാധാരണ പ്യൂൺ തസ്തികയുടെ നിയമനം സംബന്ധിച്ച മാത്രം 10 ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഉന്നയിക്കപ്പെടുന്നത്. പാർട്ടി ഭരണം തുടങ്ങിയതിനു ശേഷം നടന്ന 12 നിയമനങ്ങളും ലക്ഷങ്ങൾ പണം വാങ്ങി മാത്രമാണ് ചെയ്തതെന്നും പാർട്ടിക്ക് വേണ്ടി കൊടിപിടിക്കാനും വെള്ളം കോരാനും നടന്ന ഒരു സാധാരണ പ്രവർത്തകനെ പോലും ഈ പദവികളിലേക്ക് പരിഗണിച്ചില്ല എന്നുമാണ് അണികളുടെ വലിയ ആക്ഷേപം. ഇതിനു പുറമെ കോയിപ്രം സഹകരണ ബാങ്കിലെ കോടികളുടെ തിരിമറികൾ സംബന്ധിച്ച് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. അടൂർ അർബൻ ബാങ്ക് CPM പിടിച്ചടക്കിയതോടെ അതും പൂർണ്ണമായും തകർന്നു. ഈ ബാങ്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി പാർട്ടി ഭരിക്കുന്ന തിരുവല്ല അർബൻ ബാങ്കുമായി ലയിപ്പിക്കാൻ നോക്കിയെങ്കിലും നബാർഡിന്റെ റിസർവ് ബാങ്കിന്റെയും അനുമതി കിട്ടാത്തതുകൊണ്ട് തന്നെ ആ തട്ടിപ്പും നടന്നില്ല. ഏത് നിമിഷവും പൂട്ടാമെന്ന നിലയിൽ വെറും ഒരു അർബൻ സഹകരണ സംഘമായാണ് ഇപ്പോഴത്തെ ഇതിന്റെ പ്രവർത്തനം. പത്തനംതിട്ട ജില്ലയിൽ തോട്ടപ്പുഴശ്ശേരി, തൊള്ളിയൂർ സർവീസ് സഹകരണ ബാങ്കുകൾ BJPയിൽ നിന്നും മറ്റ് 19 ബാങ്കുകൾ UDFൽ നിന്നുമാണ് CPM ഗുണ്ടായിസത്തിലൂടെ പിടിച്ചെടുത്തത്. ഇനി ഇതിലും വലിയ ക്രൂരത എന്താണെന്ന് വെച്ചാൽ വൻ നിക്ഷേപകർ പോലും ബാങ്കിനെ സമീപിച്ചാൽ അവർ ആവശ്യപ്പെടുന്ന തുക കൊടുക്കാൻ ഈ ബാങ്കുകളിൽ പണമില്ല. നിക്ഷേപിച്ചവർക്കാർക്കും പണം ഒന്നിച്ച് തിരികെ നൽകുന്നുമില്ല. പകരം ഇൻസ്റ്റാൾമെന്റ് അഥവാ ഗഡുക്കളായാണ് തുച്ഛമായ പണം മാത്രം നൽകുന്നത്. സഹകരണ ബാങ്കുകളിൽ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ച വൃദ്ധരും രോഗികളുമായ ആളുകൾ ഇന്ന് ജീവിക്കാൻ വേണ്ടി പുറത്തുനിന്നും ഉയർന്ന പലിശയ്ക്ക് കടം വാങ്ങി ജീവിക്കേണ്ട അതീവ ഗതികേടിലാണ്. നേമം, വെള്ളത്തുവൽ, മൈലപ്പാറ, സീതത്തോട് എന്നീ സഹകരണ ബാങ്കുകളിലൊക്കെ ഇത്തരത്തിൽ നിക്ഷേപങ്ങൾ നടത്തുന്ന സാധാരണക്കാരെ ക്രൂരമായി കൊള്ളയടിക്കുന്ന സമീപനമാണ് CPM നേതാക്കൾ ഭരിക്കുന്ന കമ്മിറ്റികൾ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തെ നടുക്കിയ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ മുഖ്യപ്രതിയായ AC മൊയ്തീൻ ഇപ്പോഴത്തെ CPM MLA ആണ്. ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ടും അത്തരം നേതാക്കളെ ഇപ്പോഴും പാർട്ടി സംരക്ഷിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അധികാരം നഷ്ടപ്പെട്ട CPMന് ഇനി പണം പിരിച്ചെടുക്കാനും പാർട്ടി വളർത്താനും നിക്ഷേപകരുടെ പണം മാത്രമാണ് ആശ്രയം. അതുകൊണ്ടാണ് സാധാരണക്കാരായ നിക്ഷേപകരെ ഈ ഗതിയിലാക്കിക്കൊണ്ട് അവർ ബാങ്കുകൾ വിഴുങ്ങുന്നത്. ചുരുക്കത്തിൽ ജനങ്ങളുടെ പണം തട്ടിയെടുത്ത് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്ന CPM സഹകരണ കൊള്ളകൾ ഇനി വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. പാർട്ടിയുടെ ഈ ജനദ്രോഹ നടപടികൾ അണികൾ പോലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സഹകരണ മേഖലയിലെ കള്ളന്മാരെയും അഴിമതിക്കാരെയും തുരുത്തി തകർന്ന ബാങ്കുകളിലെ നിക്ഷേപകർക്ക് അവരുടെ പണം മുഴുവനായും തിരികെ ഉറപ്പാക്കാൻ കർശനമായ ഓഡിറ്റും നടപടികളുമായി ഇനി മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത്.